രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ തുടരുന്നു. രണ്ടാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടിയോടെയാണ് അവസാനിക്കുക. രണ്ടാം ദിവസത്തെ പര്യടനം ഗയയിൽ പൊതുസമ്മേളന പരിപാടികളോടെ ആയിരിക്കും അവസാനിക്കുക. വിവരങ്ങളുമായി വിനീത വേജി ചേരുകയാണ്. വിനീത, ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിശദീകരണം, ഔദ്യോഗിക വിശദീകരണം, എന്നാലും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ റാലി രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റാലി, ചോദ്യങ്ങൾ, ഇവയുടെയൊക്കെ മുനയൊടിക്കാനാകുന്ന ഒരു വിശദീകരണമാകുമോ ഉണ്ടാകുക എന്ന സാഹചര്യത്തിൽ ഇന്നത്തെ റാലി എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? ക്രിസ്ത്യന, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള വാഗ്വാദങ്ങളും ഒക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ റാലി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളൊക്കെ തള്ളുകയും ചെയ്തു. അത്തരത്തിലേക്ക് ആരോപണങ്ങൾ തള്ളുമ്പോഴും ആ ആരോപണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റാലി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രാഹുൽ ഗാന്ധി. ഇന്ന് രണ്ടാം ദിനമാണ്. രണ്ടാം ദിനം 8 മണിയോടുകൂടിയാണ് റാലി രണ്ടാം ദിനത്തിൽ ആരംഭിക്കുക. ഏതാണ്ട് വൈകിട്ട് 7:30 പൊതുസമ്മേളനത്തോടുകൂടി ഈ രണ്ടാം ദിനത്തിലെ റാലിയും അവസാനിക്കും. നമുക്ക് ഇന്നലെ കാണാൻ കഴിയുന്ന ബീഹാറിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് വോട്ടർമാരും ഒപ്പം തന്നെ സാധാരണക്കാരും ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അദ്ദേഹത്തിനെ അവർ വരവേൽക്കുകയും ഒക്കെ ചെയ്തൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്.